പെയിന്റ് ഷോറൂമുകളിൽ നിന്നും പെയിന്റ് വാങ്ങൂ, നിങ്ങളുടെ വീടുകൾക്ക് നേടാം 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. PP പെയിന്റ്സിന്റെ ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി എന്നീ ഷോപ്പുകളിൽ നിന്നും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങി 12ഓളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. കൂടുതൽ വിവരങ്ങൾക്ക് PP പെയിന്റ്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ. PP പെയിന്റ്സ്, ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി. ഏവർക്കും PP പെയിന്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ശബരിമല സ്വർണമോഷണത്തിൽ 2019 ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ബോർഡ് ചർച്ച ചെയ്യും. വ്യവസ്ഥ ഇല്ലായ്മ 2019 നടന്നതാണ്. ഭഗവാന്റെ ഒരു തരി പൊന്ന് ആരെടുത്താലും ശിക്ഷിക്കപ്പെടണമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അന്വേഷണം തീരുമാനിച്ചത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. വിജിലൻസ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യുമെന്ന് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമല തീർത്ഥാടന കാലം തുടങ്ങാറായി. എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി നിലപാട് സ്വീകരിക്കണം. ശബരിമലയിലെ സ്വർണ്ണ ദുരൂഹതയുടെ ചുരുൾ അഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾക്ക് മറയ്ക്കാൻ ഒന്നുമില്ല. അന്വേഷണം നടത്തുക എന്നതാണെന്നും അത് നടക്കട്ടെയെന്നും PS പ്രശാന്ത് പറഞ്ഞു. ആദ്യം ആരോപണം ഉന്നയിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ദുരൂഹത നിറഞ്ഞ വ്യക്തിയാണ്. സ്വർണം തന്നുവിടണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തങ്ങളോടും പറഞ്ഞു. തങ്ങൾ കൊടുത്തില്ലെന്ന് PS പ്രശാന്ത് വ്യക്തമാക്കി. ഞങ്ങൾക്ക് ആരെയും ന്യായീകരിക്കേണ്ടതില്ല. തന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. അത് എന്തിനാണ്? താൻ പ്രതിയാണെങ്കിൽ നടപടിയെടുക്കട്ടെയെന്നും PS പ്രശാന്ത് പറഞ്ഞു. 18 സ്ട്രോങ് റൂം ഉണ്ടെന്നും എല്ലാ റൂമിലും കയറി പരിശോധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യം കണക്ക് തിരുവാഭരണ കമ്മീഷന്റെ കയ്യിൽ ഉണ്ട്. നടപടിക്രമം പാലിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് സ്വർണ്ണപാളി നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ശബരിമല സ്പോൺസർഷിപ്പ് വിജിലൻസ് കൂടി പരിശോധിക്കാനാകുമോ എന്നാണ് ആലോചിക്കുന്നതെന്ന് PS പ്രശാന്ത് കൂട്ടിച്ചേർത്തു. കൊല്ലം ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലും PS പ്രശാന്ത് പ്രതികരിച്ചു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കൊടിമരത്തിന് ചെമ്പുപാളി മതിയെന്ന് തീരുമാനിച്ചത്. സ്വർണം സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.